കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇതിനുള്ളിൽ. റിയലി ഹാപ്പി ടു സീ യു ഓൾ. ഇതിൽ ഫസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണലി ഇൻഫോം ചെയ്യാനോ സാധിച്ചില്ല. ആസ് യു ഓൾ നോ, ഇപ്പം നമ്മൾ ഇന്നലെയാണ് നമ്മളുടെ ഓൺ ജാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ഇന്നലെ അല്ല ലാസ്റ്റ് വീക്കെൻഡിലാണ് നമ്മുടെ ഓൺ ജാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റഡി കൈൻഡ് ഓഫ് വാട്ട് വി സേ സപ്പോർട്ട് കൊടുക്കാമെന്ന് റെഡി ആയത്. അതിൽ തന്നെ പലരും നമ്മളോട് പേഴ്സണലി ചോദിച്ച് സ്റ്റഡി പ്ലാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇതാണ് പഠിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. വി റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പോഴാണ് അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, എന്നാ പിന്നെ ഇങ്ങനെ ഡയറക്ഷൻ ഇല്ലാണ്ടിരിക്കുന്ന കുറെ പേരും കൂടി ഉണ്ടാവുമല്ലോ. സോ നമ്മൾ നമ്മുടെ ഓൺ ആയിട്ട് ജാം ബാച്ചിനത് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ തോന്നി എനിവേ നമ്മളിതൊരു ഗൈഡൻസ് കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താണ് മാക്സിമം കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്, ഒരു ഓപ്പൺ ഗ്രൂപ്പ് ആക്കിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് പെട്ടെന്ന് മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി എന്റെ ആഡൊക്കെ ഉണ്ടാക്കി വിട്ടപ്പം കെമിസ്ട്രി എന്ന് മുഴുവനായിട്ടും മനസ്സിലായോ എന്നൊരു സംശയം തോന്നി എനിക്ക്. കാരണം കെമിസ്ട്രിയേ ഇല്ലാത്തൊരു കോളേജിൽ നിന്നും നമുക്ക് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആ കോളേജ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോളേജാണ്. അവിടെ കെമിസ്ട്രി ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് ആകെ സംശയമായി, പ്രോബബ്ലി ആരെങ്കിലും ഇനി മറ്റ് സബ്ജക്റ്റും കൂടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വന്ന ആളാണോ എന്നുള്ളത്. സോ പേഴ്സണലി നമുക്ക് ആരെയും കോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മീറ്റിംഗ് ലിങ്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്തത്. ഇമെയിൽസ് എല്ലാവരും റെഗുലറായിട്ട് നോക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. എനിവേ ഏതാണ്ട് ഒരു 10-65 പേര് കൃത്യമായിട്ട് ഇമെയിൽ നോക്കുന്നവരുണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ആപ്ലിക്കൻസിന്റെ എണ്ണം ഏറെക്കുറെ 117 ആണ്. അത്രയും പേര് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പം മേ ബി നമ്മളിപ്പോൾ ഒരു 50% ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനും തമ്മിലിരിക്കുന്നത്. ഓക്കെ, ബൈ ദ വേ അത് ജനറലി ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മളിവിടെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ CUET എക്സാമിനേഷന് വേണ്ടിയിട്ട്, സെൻട്രൽ എക്സാമിനേഷന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണ്. ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഏറ്റവും ആദ്യമേ പറയുന്നത്, ലൈവ് ക്ലാസ്സിൽ കൂടെയുള്ള ഒരു കോച്ചിങ് മെത്തേഡ് അല്ല നമ്മളിവിടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അത് പ്രാക്ടിക്കൽ അല്ല. എല്ലാ ദിവസവും ക്ലാസ്സുകൾ വെച്ച് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. മറിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളുടെ പ്രീ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് തന്ന് ഈ പ്രീ റെക്കോർഡഡ് സെഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻസ് തന്ന് ഈ എക്സാമിനേഷൻ കുറച്ചെണ്ണം നടന്നതിന് ശേഷം അല്ലെങ്കിൽ എക്സാമിനേഷൻ നടക്കുമ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ തീർക്കാനുള്ള അവസരം തന്ന് അങ്ങനെ നിങ്ങൾ എക്സാമിനേഷനോട് അഡാപ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ IIT ജാം റൺ ചെയ്ത സമയത്ത് നമുക്ക് മോക്ക് ടെസ്റ്റുകളുടെ ഭാഗത്ത് ചെറിയൊരു കുറവ് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് പിന്നീട് തോന്നി. 2 പ്രശ്നങ്ങൾ കൊണ്ടാണ് മോക്ക് ടെസ്റ്റുകൾ എണ്ണം കുറഞ്ഞത്. ഒന്ന്, നമ്മുടെ ആപ്പ് സെറ്റപ്പാട് അധികകാലം ആയിട്ടുണ്ടായിരുന്നില്ല. ദെൻ രണ്ടാമത്തെ, പരീക്ഷകൾ വന്ന് ഒരുപാട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. എല്ലാവർക്കും എല്ലാ പരീക്ഷയും പോലും നമ്മൾ കൊടുത്ത പരീക്ഷകൾ പോലും റെഗുലറായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നത്. സോ ആ ഒരു കുറവ് കൂടെ പരിഹരിക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മൊത്തത്തിലുള്ള നമ്പർ ഓഫ് സീറ്റ്സിന്റെ ഒരു ബാഹുല്യം. നിങ്ങൾ കുസാറ്റ് എക്സാമിന് 25 സീറ്റിന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ദൻ 1000 സീറ്റ്സ് ഇൻ കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രി ബേസ് ആയിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ പിന്നെ ഒരു ഡയറക്ഷന്റെ കുറവ് വേണ്ട, ഒരു മോട്ടിവേഷന്റെ കുറവ് വേണ്ട എന്നൂടെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെത്തേഡ് ബേസിക്കലി സെൽഫ് സ്റ്റഡി തന്നെയായിരിക്കും. അതേസമയം കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സെൽഫ് സ്റ്റഡി ആയിരിക്കും. നിങ്ങൾക്ക് സ്റ്റഡി ടോപ്പിക്കുകൾ നമ്മൾ നേരത്തെ ഒരു സ്ട്രാറ്റജി ബേക്ക് ചെയ്തിട്ട് ടീച്ചേഴ്സ് തരും. യു ഫോളോ ദാറ്റ്. നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഐദർ ഇൻ ദ ഫോം ഓഫ് നോട്ട്സ്, പ്രോബ്ലം സെറ്റ്, പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഇതൊക്കെ ഉണ്ടാവും. ദെൻ നമുക്ക് വീക്ക്ലി 2 or 3 ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും. ടെസ്റ്റ് പേപ്പേഴ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഡൗട്ടുകൾ തീർക്കാനുള്ള അവസരവും നമുക്കുണ്ടാവും. ഈ മെത്തേഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പലരും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നവരാണ്. ഈ മെത്തേഡിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നമ്മൾ ആരെയും വെൽക്കം ചെയ്യില്ല. ബിക്കോസ് നമുക്കിപ്പം ഇത്രയാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെ ബ്ലാങ്ക് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് ഫേസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പം
അതിനേക്കാൾ ബെറ്റർ ആണല്ലോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്ന അസംഷനിലാണ്, എന്നൊരു തോട്ടിലാണ് ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോച്ചിങ് എന്ന് നമ്മൾ പേരിട്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ മുൻപ് ജാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ലൈവ് സെഷനിൽ കൂടെയുള്ള ഒരു കോച്ചിങ് ആവില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ കിട്ടുകയും ചെയ്യും. ബിക്കോസ് ഓൾറെഡി നമ്മളിപ്പോ ഡിഗ്രിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് സിലബസിലുള്ളത്. പക്ഷേ സിലബസ് കുറച്ചും കൂടി റിഫൈൻഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഓർഗാനിക്കിലൊക്കെ കുറച്ച് വളരെ എളുപ്പത്തിലാണ് കിടക്കുന്നത് സിലബസ്. അതേസമയം IIT ജാം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അതൊക്കെ ടീച്ചർമാർ ഡീറ്റെയിൽ ചെയ്ത് തരും. ഓരോ ആഴ്ചയിൽ എന്തൊക്കെ പഠിക്കണം, ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിലിംഗ് തരും. നിങ്ങളത് ഫോളോ ചെയ്യുക, അസൈൻമെന്റ് ടെസ്റ്റുകൾ എഴുതുക, ദെൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ലേണിംഗ് ആപ്പിനകത്തും ഈ ഒരു മെത്തേഡ് നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പഴയ IIT ജാം ബാച്ചിലല്ല, ഗ്രൂപ്പിലല്ല ഇത് നടക്കുക. ഇതിന് പുതിയൊരു ബാച്ച് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എത്ര പേര് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയണ്ടേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒന്ന് ക്ലാസ് വെച്ചിട്ടായാലും നമുക്ക് കണ്ടില്ലേ, ഇപ്പൊ ഏകദേശം 66 പേര് ഇതിലുള്ളൂ, 117 പേര് രജിസ്റ്റർ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു നമ്പറിന് മുന്നിൽ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ വളരെ ഷോർട്ട് നോട്ടീസിൽ ക്ലാസ് റൺ ചെയ്യുന്നതുകൊണ്ട് ഫീസ് വാങ്ങിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ലെവലിന്റെ കോച്ചിങ് പ്ലാൻ ചെയ്യാനുള്ള സാവകാശവും നമുക്കില്ല. ഡേറ്റ് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എത്ര ദിവസം ഈ ലാഗ് കിട്ടും എന്നൊരു ഉറപ്പുമില്ല. മേ ബി നമുക്ക് എന്തായാലും ഒരു നിയർലി 20 days എന്തായാലും കിട്ടുന്നുള്ള ഉറപ്പിന്റെ പുറത്താണ്, ഇല്ലെങ്കിൽ ആ ഒരു തോന്നലിന്റെ പുറത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മേ ബി ഡിലേ വരാം, അതേസമയം ഡിലേ വന്നില്ലെങ്കിലും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്, പക്ഷെ പഠിക്കാൻ പരിമിതികളില്ല. നിങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. IIT ജാം എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾ ഡിഗ്രി 6th സെമ്മിന്റെ എല്ലാ തിരക്കിനിടയിലാണ്. അതേസമയം ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. ആ സമയം നന്നായിട്ട് വിനിയോഗിക്കുക. ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ 100% ഓഫർ ചെയ്യുന്നു. പ്രൊവൈഡഡ് ലൈവ് സെഷനുകൾ വീക്ക്ലി, എല്ലാ ദിവസവും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻസ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻസ് ഡൗട്ട് ക്ലിയറൻസസ് ഉണ്ടാവുകയും ചെയ്യും. ലൈവ് ക്ലാസ് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ലൈവ് ക്ലാസ് നമ്മൾ ഇത്ര ദിവസം ഉണ്ടാവും എന്നൊരു ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. ഐ ഹോപ്പ് യു കൻ അണ്ടർസ്റ്റാൻഡ് us and our what is intention. അത് കാരണം ഇത് പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ഓൺ ഗ്രൂപ്പിൽ IIT ജാം ഗ്രൂപ്പിലുള്ള കുട്ടികളോട് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല, they can understand. പക്ഷേ പുറത്തുനിന്നുള്ളവരോടാണ് ഈ പറയുന്നത്. നമുക്ക് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരും തന്നെ കെമിസ്ട്രിക്കാരാണ്. അതുകൊണ്ട് മറ്റ് സബ്ജക്റ്റുകളിൽ ഞങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യുന്ന ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സസ് ബേസിക്കലി BSc കെമിസ്ട്രി അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സോറി ഇഫ് യു ആർ കൈൻഡ് ഓഫ് മിസ്ഗൈഡഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. അങ്ങനെ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ഇന്നത്തെ സെഷന്റെ ഒരു ബേസിക് ഡീറ്റെയിലിംഗ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അഗീത ടീച്ചർ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ തരും. എന്താണ് ഈ പ്രോസസ് എന്നുള്ളതും, എന്താണ് CUET എക്സാമിനേഷൻ എന്നുള്ളതും, എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി അതിനെ കാണേണ്ടത് എന്നും ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പൊ സോഫാർ നിങ്ങൾക്ക് എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് അറിയാം. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു മേക്ക് ഇറ്റ് മോർ സ്ട്രാറ്റജൈസ്ഡ്. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലേ, ഈ 100 മീറ്റർ റൺ ചെയ്യേണ്ട സ്ട്രാറ്റജി അല്ല 400 മീറ്ററിന്, അതല്ല റിലേക്ക്, അതല്ല നമ്മൾ മാരത്തൺ റൺ ചെയ്യുക. IIT ജാമിന്റെ കോച്ചിങ് നമ്മൾ തുടങ്ങിയിരുന്ന മാരത്തൺ ആയിട്ടാണ്, സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. അതേസമയം ഇവിടെ നമുക്ക് കിട്ടുന്ന ഏകദേശം ഉറപ്പുള്ളത് 20 days ആണ്. അതേസമയം മേ ബി ഡിലേ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പ്രിന്റിങ് മൂഡിലാണ് എല്ലാവരും ഇരിക്കേണ്ടത്. വി ഹാവ് ടു ഡു ഹാർഡ് വർക്ക്. വേറെ ഒന്നുമല്ല, ആ ഹാർഡ് വർക്ക് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എക്സാം എഴുതി പുറത്തിറങ്ങിയിട്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. യു വാണ്ട് ടു ഡു സംതിങ്, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. അപ്പൊ ഞങ്ങൾ അതിലൊരു ഭാഗമാവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഗൈഡൻസ് തന്ന് നിങ്ങളുടെ ഡൗട്ടുകൾ തീർത്ത് നിങ്ങളെ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് തരാനായിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇഫ് യു ആർ വില്ലിംഗ്, വി ക്യാൻ ഹാവ് എ വാട്ട് ഈസ് എ സ്റ്റഡി ഗ്രൂപ്പ്. ഇതൊരു സ്റ്റഡി ഗ്രൂപ്പ് ആയിട്ട് കണ്ടാൽ മതി. സോ ദാറ്റ് ഞങ്ങൾ ഒരു സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസും നിങ്ങൾ ജൂനിയർ സ്റ്റുഡൻസും ജസ്റ്റ് ലൈക്ക് അങ്ങനെ കണ്ടാൽ മതി. ടീച്ചർ സ്റ്റുഡന്റ് അങ്ങനെയുള്ള ഒരു ക്ലാസ് എടുക്കുന്നു അങ്ങനെയൊന്നും തോന്നണ്ട. ഒരു വളരെ ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിറ്റി. യു ക്യാൻ പോസ്റ്റ് ഔട്ട്, യു ക്യാൻ സോൾവ് ഡൗട്ട്സ്, ടീച്ചേഴ്സ് വിൽ മോഡറേറ്റ് ഇറ്റ്. അങ്ങനെ കണ്ടാൽ മതി അതിനെ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിങ്കിൾ ചെയ്യാൻ അവസരം ഉണ്ടാവുക. അത്രയേ ഉള്ളൂ പെർഫോമൻസിന് വേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. പുതിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും ആരും മെനക്കെടരുത്. കാരണം നമുക്ക് സിലബസ് ഓടിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ് പെർഫോമൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അങ്കിത മിസ്, ഓവർ ടു യു. Thank you, sir. Hi, good evening all. Am I audible?
ക്ലിയർ ആണോ? Okay. So ഞാൻ screen share ചെയ്യാം. So ആദ്യം തന്നെ to just give a brief idea about the syllabus. Just ഒന്ന് break down ചെയ്ത് എഴുതിയിട്ടുണ്ട്. Actually, this is the syllabus. We'll share it once the group is ready. Yes, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സിലബസ് ആണ്. Is this visible? Now this is the syllabus that they have given. So സിലബസിനെ അവർ മൂന്നാക്കി തിരിച്ചിരിക്കുകയാണ്. Inorganic chemistry, physical chemistry and organic chemistry. Okay, so ഇതിനെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. So I'll be showing you that. Yes. So the code for our examination is ningala syllabus poi download cheyumbo what you can see is pure chemistry parnittalla syllabus inde title avada koduttirikkunnathu. They have given industrial chemistry. Varanam maatre illu. So the code for your examination will be PG-PQ25. That's our code. Okay, chemistry nammada chemistry students inde code idana PG-PQ25. And adile now syllabus sir parnja pole jam pole atra wide alla, atra in depthilum alla. Okay, so from inorganic, these are the topics that they have given. Valare basic aayittulla quantum numbers, periodic table ulla ellam avaru include ചെയ്തിട്ടുണ്ട്. That is S, P, D and F. S ഉം P ഉം F ഉം കുറെയൊക്കെ മഗപ്പ് ചെയ്യാനാണ്. D is for coordination, but then our coordination is CFT and ligand field theory, crystal field theory and ligand field theory avaru highlight ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. So then apart from that, effective nuclear charge, Slater rule, bond-Lande equation, bond-Haber process ainde kude endayilum varum, Lewis structures, valence bond theory, molecular orbital theory and VSEPR, redox equations. Itre matramana avaru highlight ചെയ്ത് തന്നിട്ടുള്ളൂ in the recent syllabus 2022 syllabus il inorganic il ninnu itrayana തന്നിരിക്കുന്നത്. Okay, so this is pretty much very easy. Okay, നമുക്കിത് ഒന്നോ ഒരു 2 to 3 ഡേയ്സിന്റെ ഉള്ളിൽ ഫോർമുലാസ് ആൻഡ് വിത്ത് പ്രോപ്പർ തിയറി നമുക്ക് റിവൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ആക്ച്വലി. ബിക്കോസ് ബോത്ത് ഇത് കുറച്ച് ഒരു 5 ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും സെറ്റായി, എക്സെപ്റ്റ് പീരിയോഡിക് ടേബിൾ കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം we'll be thorough with that. Now coming to the physical chemistry part, again ഇത്രയൊക്കെ ടോപ്പിക്സ് അവർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വലി these many topics are from thermodynamics and these two are from kinetics. Okay, this is from solid state, Miller indicism, solid state le packing fraction aanu avaru paranirikkunnathu. Solutions il ninnu buffer solutions avaru paranittunde, and then they have also mentioned about kinetic molecular model. Okay, ningal adu ezhudiyedukkunnu venda because we will be sharing the syllabus. ഞാൻ just ഒന്ന് break down ചെയ്തു പറഞ്ഞേ ഉള്ളൂ. The syllabus is very concise, it's very refined, sir parna pole. Okay, now organic chemistry is even more refined. Okay, valare korchu topics maatre ullu. It's like homolytic and heterolytic fission, formal charges, nucleophilicity, basicity. ningalku 4 options തരും. ഇതിൽ ഏതാണ് കൂടുതൽ nucleophilic, ഏതാണ് കൂടുതൽ basic type questions. Intermediates പറയുമ്പോൾ you have carbocations, anions, nitrines, carbenes, adinte stability കാര്യങ്ങളൊക്കെ. Now coming to the reactions part, they have mentioned about addition, elimination and substitution. Pinne whenever you have a molecule which is given to you, നമ്മൾ അവനെ 3D image ആയിട്ട് project ചെയ്യാൻ വേണ്ടിയിട്ട് there are several notations അല്ലേ. Fisher ആയിരിക്കാം, Newman ആയിരിക്കാം, Sohaus ആയിരിക്കാം. So they might give you a particular, like ipa ethane no dichlorosis trans okke thannitte they might ask you to write the correct representation. Fisher la avaru enganeyana irikya, Sohaus la avanu enganeyana irikya, staggered, eclipsed. So these topics are included. Geometrical isomerism and notations. Okay, D ആണോ L ആണോ R and S notations. appo itrayumaanu syllabus il ullathu. So the syllabus is very very refined. So 2022 syllabus ഇത്രയാണ് ഉള്ളൂ ആക്ച്വലി. ബട്ട് ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ പുറത്തുനിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
2021 syllabus was it was bit more broader. Okay, but then അവർ ഇത്തവണ കുറച്ച് റിഫൈൻ ചെയ്തിരിക്കുകയാണ്. Now coming to the pattern, question paper you will be seeing 100 questions. Okay, 100 questions ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. And it will be of two parts, part A and part B. Part A will comprise 25 questions. Part B will comprise 75 questions. So നമ്മുടെ സബ്ജക്ട് ഡൊമെയിൻ വരുന്നത് ഇവിടെയാണ്, സെക്ഷൻ B of 75 questions. പ്യോർലി കെമിസ്ട്രി എന്ന് മാത്രമാണ് ഇവിടെ ചോദിക്കുള്ളൂ. പാർട്ട് എയില് it is like English, verbal ability, then general awareness, അതുപോലെ തന്നെ general aptitude, mathematics, basic mathematics, ഇതൊക്കെയാണ് പാർട്ട് എയിലുള്ളത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ജനറൽ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും ഇവിടെ. Now, പാർട്ട് എ ആയാലും ബി ആയാലും each question carries 4 marks. Each question will carry 4 marks. Okay, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ എല്ലാം MCQs ആണ് കേട്ടോ. That means you have 4 options. അതിൽ 1 option will be correct. That's all. Jam പോലെ different sections won't have different types of like MCQ, MSQ, അങ്ങനെ different types of sections അല്ല. 2 സെക്ഷൻ ആണുള്ളൂ. ആദ്യത്തില് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് സെക്ഷൻ ബിയില് നമ്മുടെ ഡൊമെയിൻ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ 100 ക്വസ്റ്റ്യൻസിനും 4 മാർക്കാണ്, 4 marks each. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. നമ്മൾ മാർക്ക് ചെയ്ത ആൻസർ തെറ്റിപ്പോവാണെങ്കിൽ -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. Now the challenge is 100 questions നമുക്ക് attempt ചെയ്യാൻ the time that they have given is only 120 minutes. 2 മണിക്കൂറേ ഉള്ളൂ. Okay, so meaning the time for solving one question പറഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് പോലും ഇല്ല. You won't even get that much. 80 seconds ആണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമുക്ക് ഫിസിക്കലിൽ നിന്നൊരു പക്ഷെ നമുക്ക് അറിയാവുന്ന പ്രോബ്ലം ആയിരിക്കും. മെയിൻലി ഫിസിക്കലിലൊക്കെയാണ് നമുക്ക് ന്യൂമറിക്കൽസ് വരുന്നുണ്ടാവുക. സോ അപ്പൊ നമുക്ക് ഒരു പക്ഷെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന പ്രോബ്ലംസ് ആയിരിക്കും ക്വസ്റ്റ്യനില്. ബട്ട് ദെൻ you should keep such questions for the end. Okay, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് കുറെ സൈക്കിൾസ് ആയിട്ടാണ്. ബിക്കോസ് CUET എക്സാമിനേഷൻ വുഡ് ബി ഡെഫിനറ്റ്ലി CBT മോഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രം 1 to 100 നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് കാണാം. 99, 100, you can see it like this. Okay, so നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ you should keep on collecting marks. വായിക്കുന്നു, അപ്പൊ തന്നെ നമുക്കറിയാം നമ്മൾ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് 60 സെക്കൻഡ്സിന്റെ ഉള്ളിൽ, ലെസ് ദാൻ 1 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന അത്രയും 100%, ബിക്കോസ് യു ഷുഡ് നോട്ട് ഗോ ഫോർ ഗെസ്സിങ്, കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് 100% നിങ്ങൾക്ക് കിട്ടും, അറിയാം എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ ആദ്യം കവർ ചെയ്യാൻ. സോ ലൈക്ക് വൈസ് നിങ്ങൾക്ക് രണ്ടാമത്തെ അറിയാം, നമുക്ക് വായിക്കുന്നു അപ്പൊ തന്നെ മാർക്ക് ചെയ്യുന്നു. ലൈക്ക് 4th one അറിയാം, ആൻഡ് ദെൻ 99th അറിയാം, അങ്ങനെ അങ്ങനെ പോകുന്നു. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സൈക്കിൾ. അങ്ങനെ നിങ്ങൾ വൺസ് ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ഷുഡ് കം ബാക്ക് ആൻഡ് റീവിസിറ്റ് ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് വന്ന് റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾ 1 മുതൽ 100 വരെ ഒരു തവണ എന്തായാലും ക്വസ്റ്റ്യൻസ് വായിക്കും. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നമുക്ക് ഈ 100 ക്വസ്റ്റ്യൻസിൽ അറിയാവുന്നതുണ്ടാവും, അറിയാത്തതുണ്ടാവും. അറിയാത്ത ക്വസ്റ്റ്യൻസിനെ ലീവ് ഇറ്റ്. ഓക്കെ, ബട്ട് ദർ വിൽ ബി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു നോ, നിങ്ങൾക്ക് അറിയാം, പക്ഷേ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇതിന് കുറച്ച് സമയം എടുക്കും, 1 മിനിറ്റിന്റെ ഉള്ളിൽ എനിക്ക് എന്തായാലും തീർക്കാൻ പറ്റില്ല. ഇപ്പൊ സപ്പോസ് ഇഫ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം റിയാക്ഷൻ മെക്കാനിസം, അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം കൈനറ്റിക്സ്, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്നൊരു ഇക്വേഷൻ വന്നു, നമുക്കത് സോൾവ് ചെയ്ത് വരണം. അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടിന്റെ X വേഴ്സസ് Y തന്നിട്ട് അതിന്റെ പ്ലോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. യു ഹാവ് ടു ഡിറൈവ് ഇറ്റ്, അല്ലേ? അപ്പൊ ഇതൊരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ പക്ഷെ നമുക്കറിയാം ഡിറൈവ് ചെയ്ത് വരേണ്ട സമയമാണ് നമുക്ക് വേണ്ടുള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ സമയം എടുക്കുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ യു മാർക്ക് ഇറ്റ് ഫോർ റിവ്യൂ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, യു മാർക്ക് ഇറ്റ് ഫോർ റിവ്യൂ. ഫോർ എക്സാമ്പിൾ 5th ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ ചെയ്യണോ, 100 ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ റിവ്യൂ ചെയ്യണോ, ഇടയിൽ ഒരു 55 ഉണ്ടെന്ന് വിചാരിക്കുക, അത് മാർക്ക് ഫോർ റിവ്യൂ ചെയ്യണോ. സോ വൺസ് നിങ്ങൾ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഫസ്റ്റ് സൈക്കിൾ പറഞ്ഞാൽ എപ്പോഴും റീഡ് ഇറ്റ്, യു നോ ദി ആൻസർ, മാർക്ക് ഇറ്റ്, മൂവ്, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് സൈക്കിളിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ്
you have to go through only the questions that you have marked for review. Okay? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലൂടെ മൂവ് ചെയ്യുക. It might take time, so that would be the second cycle. Second cycle കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ then you can visit the questions that you have not at all attempted. നിങ്ങൾക്ക് ചിന്തിച്ച് if you want to solve those, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. But then ഇവിടെ ഈ ഒരു എക്സാമിന് you cannot check എന്ന് വെച്ചാൽ അതിനുള്ള സമയം കിട്ടില്ല കേട്ടോ. You should be very sure of what you're answering. Whole question paper answer ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ചെക്ക് ചെയ്യാനുള്ള സമയം അത് ബുദ്ധിമുട്ടാണ്. Okay, because 100 questions ഉണ്ട്, 120 മിനിറ്റ് ആണുള്ളൂ. And direct questions ആയിരിക്കില്ല, means numericals ഉണ്ടാവും, ചെറിയ numericals ആയിരിക്കും, but then അത് ഉണ്ടാവും. So questions എല്ലാം വീണ്ടും revisit ചെയ്ത് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ it will be tough. Okay, it will be very tough. So make sure that first time തന്നെ you do it right. Try for that. Adina, you should be very much concentrated on what you are doing. Okay, this is one thing. Now regarding the cutoff, previous year cutoffs ഒരു 4-5 കൊല്ലത്തെ നമ്മൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ it is around 95 to 100. Okay, this is the cutoff. Now what I am mentioning is the cutoff for general category. For reserved category വരികയാണെങ്കിൽ it will go even down. Okay, so it might go even down. So cutoff is usually, let's take 100. 100 പറഞ്ഞാൽ out of നമ്മുടെ total question paper is 400 marks. അല്ലേ? 400 marks ആണ്. അതില് we need to get 100. That means 25 correct answers ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് without wrong answers. 25 കറക്റ്റ് ആക്കണം and നെഗറ്റീവ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. Then you will get 100. So that is the cutoff. Previous year cutoffs and average on it. It's not fixed. Depending upon the number of students, the level of the question paper, it will vary. Okay. But then what you have to understand is even if you even if you cross the cutoff, നിങ്ങൾക്ക് admission കിട്ടണം എന്ന് ഇല്ല. Cutoff നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല because ഈ 100 questions ൽ നിന്ന് 25 നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. സെക്ഷൻ എയിൽ നിന്ന് ഒരു 10 എണ്ണവും ഈ 75 എണ്ണത്തിൽ നിന്ന് ഒരു 25 എണ്ണം സുഖമായിട്ട് കിട്ടും. The questions, most of them will be very direct. Okay, ഇത് കിട്ടും. So now ഇപ്പൊ തന്നെ നിങ്ങൾക്ക് 35 മാർക്ക് 35 questions കിട്ടി. But then the challenges, see CUET ന്റെ അടിയിൽ ഈ 2022 ഇയറിൽ there are 42 universities. 42 universities. Okay, 42 universities ആണ് ഈ പറയുന്ന CUET exam marks, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മാർക്സ് വെച്ചിട്ട് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. Okay, so out of this, suppose there are 1000 seats എന്ന് വിചാരിക്കുക. Okay, 1000 seats എന്ന് വിചാരിക്കുക. ഇതിൽ out of these 1000 seats, reserved category ഉണ്ടാവും, unreserved category ഉണ്ടാവും. Okay, now reserved category തന്നെ പലതുണ്ട്. അപ്പൊ ഇതില് the fraction of seats for the unreserved category is nearly around 300 to 400. എല്ലാം കഴിഞ്ഞിട്ട്. Okay, nearly 300 to 400. So what happens is നിങ്ങളുടെ റാങ്ക് ഇവിടെ വരണം. If you are in general category, so reserved category ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ചെയ്യാം. But then there are thousands of students who will attempt this. Okay, you can expect at least 8,000 to 9,000, 10,000 students might be attempting this test. Adile, your position should be nearly here so that you have a very good chance of getting into central universities. Okay, so that is the challenge. അപ്പോ നമ്മൾ ഇവിടെ വരണമെങ്കിൽ ഈ കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് ഒന്ന് ജസ്റ്റ് നോക്കി. So he or she has secured 330 or 335. So this is a top score, 330. Okay, so നമുക്ക് 300 ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, but then try to score about 200 plus. Okay, so this should be your target. That means you should, out of the 100 questions, you should at least try to score for 55 to 60 plus questions. 50 to 60 plus. Okay, 50 to 60 plus questions.
അതില് അറ്റ്ലീസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെക്ഷൻ എയിൽ നിന്ന് കിട്ടും. ബേസിക് ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ബേസിക് മാത്തമാറ്റിക്സ്. അവരൊരു പക്ഷെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ദേ മൈറ്റ് ആസ്ക് ദ സ്ലോപ്പ്, അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ, അതർവൈസ് ദ മാക്സിമം മിനിമം. അതുപോലെ ബേസിക് നിങ്ങൾ കോംപ്ലിമെന്ററിയിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഗിവ് യു എ സീരീസ് ലൈക്ക് 1, 4, 9, 16 ഹൂസ് ദ നെക്സ്റ്റ്, അങ്ങനത്തെ. സോ അവിടെ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ from the subject 75 questions, you should try to get at least 35 to 40. So this should be a general strategy that you have to try to follow. നമ്മള് അങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻ 400 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരുമ്പോ അതിൽ ഒരു 200 പ്ലസ്, ഓക്കെ, ദാറ്റ് ഈസ് 50% നമുക്ക് കിട്ടണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഗോൾ വെക്കുക. ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഹിയർ. ഇവിടെ നിങ്ങൾക്ക്, let's say you're getting a question paper of 30 questions, try to attempt 15 questions correctly without negative marks. അല്ലെങ്കിൽ even if you get negative marks, make sure that the sum total aggregate of what you have written is about 50%. So even if you have 10 days, 20 days or 30 days, try to attempt. ഇപ്പൊ നിങ്ങൾക്ക് 10 questions കിട്ടുകയാണെങ്കിലും take those 10 questions very seriously and make sure that ആ 10 questions നിങ്ങൾക്ക് attempt ചെയ്യുമ്പോൾ you get an aggregate of 60%. 6 എണ്ണമെങ്കിലും കറക്റ്റ് ആയിട്ട് ഓക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ അങ്ങനെ ബിറ്റ് ബൈ ബിറ്റ് നിങ്ങൾ സ്വയമേ ട്രെയിൻ ചെയ്ത് just you compile it and you can do the same for the main exam also. So that's all the question. The level of the examination in comparison with JAM വളരെ താഴെയാണ്. Okay, so you might have attended the JAM examination. So adu vechu nokumbo this is very 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 easy. Okay, even the question papers are comparable to JEE levels. Ningal ee exam le prepare cheyumbo ningal JEE questions, suppose as we said there are questions from RNS. Okay, adippo JEE questions you can go for AIMS, adupole thanne JAM questions. So that is more than enough. നിങ്ങൾക്ക് CUET question papers ൽ വരുന്നത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എത്ര ദിവസം ഉണ്ടോ യു ഹാവ് എ ടാർഗറ്റ് ഓഫ് സോൾവിങ്. നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് കീപ്പ് എ പെർട്ടിക്കുലർ നമ്പർ. ഞാൻ രാവിലെ ഒരു 10 ക്വസ്റ്റ്യൻ, രാത്രി ഒരു 10 ക്വസ്റ്റ്യൻ വീതം ചെയ്യും ഫ്രം ഇൻ എ ടോപ്പിക്. ഓർ ഇഫ് യു ഹാവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യു ക്യാൻ ടേക്ക് ദാറ്റ്. ഓക്കെ, and select 10 to 20 questions each and try to score. നിങ്ങളെ തന്നെ evaluate ചെയ്യുക. Try to score above 50%. All right. Yes, so that's all from my side. Any other doubts? If you have any doubts, you can ask. Otherwise, any doubts? Okay, yeah, thank you. Okay, Angela Miss, thank you very much for this detailed description of CUET. എല്ലാവരും നന്നായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായോ? നമ്മൾ സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻസ് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം റെസ്പോൺസസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഔട്ട്കം കിട്ടാനുള്ള സാധ്യതകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു മോഡ് ഓഫ് വർക്കിംഗ് അതൊന്ന് ഡീറ്റെയിൽ ചെയ്യേണ്ടതുണ്ട്. മോഡ് ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം നമ്മുടെ ചാറ്റ് ബോക്സിന് അത് കുറച്ച് ലിങ്ക്സ് വന്നിട്ടുണ്ടായിരിക്കും. ഈ ലിങ്കുകൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. അതിൽ ഒരെണ്ണമാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്, മറ്റേത് 2 റിക്വസ്റ്റുകളാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് റിക്വസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പറയുന്നത് റിക്വസ്റ്റ് ആണ്. ബിക്കോസ് വി ആർ പ്ലാനിങ് ടു പുട്ട് മോർ ആൻഡ് മോർ സബ്ജക്ട് റിലേറ്റഡ് സ്റ്റഫ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഞാൻ അതിൽ നിങ്ങളെ നിർബന്ധിക്കില്ല. പക്ഷേ നടുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതർവൈസ് ദിസ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, നൗ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു മോഡ് ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത് ത്രൂ ആപ്പ് ആയിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ആപ്പ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മളുടെ സിസ്റ്റം റൺ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓൾറെഡി നമ്മുടെ IIT JAM സ്റ്റുഡൻസിന്റെ കയ്യിൽ ആപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പുതിയ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു ആപ്പ്, പുതിയൊരു ക്ലാസ് അല്ലെങ്കിൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലായിരിക്കും നമ്മളിത് റൺ ചെയ്യുന്നുണ്ടാവുക. അതേസമയം പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ത്രൂ ആപ്പ്
CUET എക്സാമിനേഷൻ എന്ന് നിങ്ങൾ എനിക്ക് റിക്വസ്റ്റ് തരണം. അപ്പൊ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് തന്നില്ലെങ്കിലും ബേസിക്കലി നിങ്ങൾ എനിക്കൊരു ചാറ്റിൽ ഒരു ഹായ് തന്ന് അഡ്മിറ്റ് ടു CUET ക്ലാസ് എന്ന് മാത്രം തന്നാൽ മതിയാവും. ഐ വിൽ ആഡ് യു ടു ദാറ്റ് പർട്ടിക്കുലർ ക്ലാസ്. മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ബാക്കി ഡയറക്ഷൻസ് എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷം അതിനുള്ളിലാണ് സംഭവിക്കുക. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഇതിലുള്ള എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണെന്ന് നമ്മളൊരു കൗണ്ട് എടുക്കണമല്ലോ. സോ ഒരു അഡ്മിഷൻ ഫോം നിങ്ങൾക്ക് തരുന്നുണ്ട്. അഡ്മിഷൻ ഫോം ജസ്റ്റ് അഡ്മിഷൻ എന്നുള്ള പേര് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇത് ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾക്ക് ഡാറ്റ ഞങ്ങൾക്ക് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അഡ്മിഷൻ ഫോം നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ എന്താ പറയാ, നമുക്കിങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലൊക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒരിക്കലും ഒരു എലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പിനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ സെൻഡ് ചെയ്യാം. അതെല്ലാവരും ഫില്ല് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെയുള്ള കാര്യം, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മിസ്സാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നാളെ ഈവനിങ്ങിനുള്ളിൽ നിങ്ങളുടെ ആപ്പ് ആക്സെപ്റ്റൻസ് സംഭവിച്ചില്ലെങ്കിലോ ഞാനിപ്പോൾ ഒരു നമ്പർ താഴിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നമ്മൾ ഈ ഒരു അറ്റൻഡൻസ് ഫോമിന്റെ ഇമെയിൽ വന്ന കൂട്ടത്തിൽ ഉണ്ടാവും എൻ്റെ നമ്പർ. ഈ നമ്പർ നിങ്ങളൊന്ന് ഒന്നിലൊന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയും നമുക്കിവിടെ ആവശ്യമുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വളരെ സീരിയസുമാണ്. കോഴ്സ് സിമ്പിൾ ആണ്, അതേസമയം നമ്മൾ ചെയ്യുന്ന അറ്റംപ്റ്റ് വളരെ സീരിയസ് ആണ്. എന്താണ് സീരിയസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റഡി ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചില ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ഡിസിപ്ലിൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്ന കോഴ്സ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, അവരുടെ ഫ്രീ ടൈം നോക്കിയിട്ടാണ് എന്താ പറയുക കോഴ്സ് റൺ ആവുന്നത്. ദാറ്റ്സ് റോങ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ ലൈവ് ക്ലാസ് എങ്ങാനും കഷ്ടപ്പെട്ട് റെഡിയാക്കുമ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും അതിനകത്ത് ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്കറിയാം, എക്സാം സെറ്റപ്പ് ചെയ്യുന്നത് അത് എളുപ്പമല്ല. നമുക്കൊരു ഒരാൾ വർക്ക് ചെയ്തിട്ട് വേണം റെഡിയാക്കാൻ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എക്സാമിനേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. അത് ടൈമിന് എഴുതാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഡിസിപ്ലിൻഡ് ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അതേസമയം നമുക്ക് ക്ലാസിന്റെ ബേർഡൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പക്ഷെ റെഗുലർ ആയിട്ട് പഠിക്കാനുള്ള ഐറ്റംസ് അതിൽ വന്നുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ വായിക്കാനുള്ള ഐറ്റംസ്, പ്രോബ്ലം സെറ്റ്സ്, ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും റെഗുലർ ബേസിസിൽ. ഓക്കെ, ഞാൻ ലിങ്ക് അയച്ചിട്ടില്ല. ലിങ്ക് ഇതാ ഇപ്പൊ ഞാൻ അയക്കാൻ പോണേ ഉള്ളൂ, നിങ്ങളത് ഫിൽ ചെയ്ത് തരാനായിട്ട്. ഓക്കെ, ദെൻ അപ്പം പറയുന്ന കാര്യത്തിന്റെ ഒരു ചുരുക്കം ഇതാണ്. ദിസ് വിൽ ബി എ വെരി ഡിസിപ്ലിൻഡ് സ്റ്റഡി ഗ്രൂപ്പ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ ഇതിനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് ജനറൽ ആയിട്ട് പറയാനുള്ള കാര്യം. ബാക്കി ക്ലാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഗ്രൂപ്പ് ഫോം ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഇന്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റിക്ക് ചെയ്യും. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് ടോപ്പിക്സ് അതെപ്പോഴും ഒരു ആവറേജ്, ഒരു സ്ലൈറ്റ്ലി ആവറേജ് എന്ന സെൻസിലാണ് നമ്മൾ വെക്കുക. കാരണം നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ലോഡ് അവിടെ ഇട്ടിട്ട് കാര്യമില്ല. അതേസമയം നമുക്ക് ഏത് ക്ലാസ്സിലാണെങ്കിലും ഒരു 10% 15% സ്റ്റുഡൻസ് റൈലി സ്മാർട്ട് ആയിട്ടുള്ള കാര്യം, അവര് ഒരിക്കലും ഇതിൽ സാറ്റിസ്ഫൈഡ് ആവരുത് എന്നുള്ളതാണ് റിക്വസ്റ്റ്. If you complete this session or complete the topic that we are given to you for reading, then you you move by your own. നേരത്തെ മിസ് പറഞ്ഞ പോലെ ജെഇന്റെ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഡൊമൈൻസ് എക്സ്പ്ലോർ ചെയ്യുക, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് വിതിൻ ദ സിലബസ്. സിലബസിനകത്തുള്ള മറ്റു ഡൊമൈൻസ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? നമുക്ക് എന്നിട്ട് ഫോർ എക്സാമ്പിൾ ജൂലൈ 20th പരീക്ഷ എങ്കിൽ നമുക്കൊരു 15th കൂടി നമ്മുടെ പഠനം അവസാനിപ്പിച്ച് നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ഷോർട്ട് ടൈമിനകത്ത് നമുക്ക് റൈറ്റ് ആൻസർ പിക്ക് ചെയ്യാനുള്ള സ്കില്ല് വരുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് വായിച്ചൊന്നും അവിടെ ഉണ്ടാവില്ല. അതൊക്കെ സബ്ജക്റ്റീവ് എക്സാമിനേഷന്റെ ടെക്നിക്കുകളാണ്.
എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയിട്ട് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എന്ത് പറയാണ് എന്തെങ്കിലും നോക്കി പോയിട്ട് നേരെ പേപ്പറിൽ എഴുതുന്ന രീതി, അതൊന്നും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വർക്ക് ചെയ്യില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോൾസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ബേസിക്കലി നമുക്ക് നെഗറ്റീവ് മാർക്ക് മേടിച്ചു തരാനാണ് ഇതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ എനിക്ക് പറയാനുള്ളത് ഇതിൽ ജനറൽ ഭാഗങ്ങൾ നിങ്ങൾ കൈവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും നമ്മൾ ടൈം കളയുന്നതും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന സെൻസിൽ ഈ പേപ്പറുകളാണ് നമുക്ക് പറയാറുള്ളത്. നമ്മൾ സമയം കളയുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം. നമുക്ക് അറിയും തോന്നും, പക്ഷെ ബേസിക്കലി നമ്മൾ തെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കി ബോണസ് ആയിട്ട് കണക്ക് കൂട്ടുക. ടീച്ചർ പറഞ്ഞ പോലെ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കമ്പാരിറ്റീവ്ലി ടോപ്പർ റാങ്ക് വാങ്ങിക്കുക എന്നുള്ളതും ഇൻ കമ്പാരിസൺ വിത്ത് IIT JAM ഇറ്റ്സ് ഈസി. നമ്മളൊന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി. കിട്ടണമെന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ഒരുപാട് പേര് അടുത്ത ദിവസങ്ങളിൽ സൗത്ത് ഇന്ത്യക്കുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഉണ്ടാവും. കാസർഗോഡ് യൂണിവേഴ്സിറ്റി മുതൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എല്ലാത്തിലേക്കും നിങ്ങളുടെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് us. ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം, എല്ലാവരും അത് ഫില്ല് ചെയ്ത് തരിക. സ്റ്റഡി ഗ്രൂപ്പിനകത്ത് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് വീണ്ടും അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആൾക്കാർ ഇത് വെൽക്കം ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് ഒരു സംശയവും നമുക്കുണ്ട്. ലാസ്റ്റ് വന്നിട്ടുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ഉള്ളത്. അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് നമുക്ക് ബിഗിൻ ചെയ്യാം. കോൺടാക്ട് നമ്പർ നിങ്ങൾ തരിക. കോൺടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ ഡിഫറെന്റ് ആണെങ്കിൽ എന്നുള്ള കുഴപ്പം ഞാനിപ്പോൾ ആലോചിക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പും കോൺടാക്ട് നമ്പർ ഡിഫറെന്റ് ഉള്ളവർ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഗ്രൂപ്പിനകത്ത് ഫോം ചെയ്യാതാവുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. വാട്ട് എവർ ഇറ്റ് മേ ബി, ദിസ് ഗ്രൂപ്പ് വിൽ ബി വർക്കിംഗ് ഫ്രം ടുമോറോ ഓൺവേർഡ്സ്. നാളെ ഈവനിങ് മുതൽ നമ്മൾ വർക്കിംഗ് തുടങ്ങും. നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കേണ്ട സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ടോപ്പിക്കുകളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സെറ്റുകളൊക്കെ നാളെ മുതൽ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു തുടങ്ങും. അതുപോലെ തന്നെ നാളെ ഈവനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആപ്പിനകത്തുള്ള നിങ്ങളുടെ അഡീഷൻ ആരൊക്കെ വില്ലിംഗ്നെസ് കാണിച്ചോ അവർക്കുള്ള അഡീഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. Then most probably from Tuesday onwards we can start working. Your first examination will be most probably ഈ ആഴ്ചയിലെ ഫസ്റ്റ് എക്സാമിനേഷൻ നെക്സ്റ്റ് സൺഡേ ആയിരിക്കും. സ്റ്റാർട്ടിങ് ഒന്ന് മൂവിങ് ആവാൻ വേണ്ടി. അതിനുശേഷം നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള എക്സാമിനേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെ ടെൻഡേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. മിക്കവാറും എക്സാമിനേഷൻ നേരത്തെ ആവാനാണ് സാധ്യതയുള്ളത്. ഇത് നേരത്തെ പറഞ്ഞു വെക്കുന്നതാണ്, പിന്നെ സൺഡേ ആണെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ പറയരുതല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഞാനും ടീച്ചറോടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. എനി ക്വസ്റ്റ്യൻസ്? Okay, since there is no question, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Thank you very much, Angita Miss, and thank you very much all of us.